പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസിൽ എന്തായാലും ചെന്താമരയുടെ വാദം അവിടെ പുരോഗമിക്കുകയാണ്. കോടതിയിൽ ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. എന്തായാലും വിധി നാളത്തേക്കേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ എന്തായാലും മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഉച്ച കഴിഞ്ഞ് വിധി ഉണ്ടായേക്കുമെന്നാണ് നേരത്തെ നമുക്ക് അവിടെ നിന്ന് വിവരം ലഭിച്ചത്. പക്ഷേ നാളെ ആയിരിക്കും വിധി എന്നാണ് വിവരങ്ങൾ. സന്തോഷ് സർലിംഗ് അവിടെ നിന്ന് ശരിയാണ്. സന്തോഷ്, വിധി നാളെ ആയിരിക്കുമോ? എന്താണ് വിവരങ്ങൾ? അക്ഷയ്, വാദപ്രതിവാദങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഏകദേശം 1 മണിക്കൂറോളം നീണ്ടിരുന്നു ഇന്ന് പ്രോസിക്യൂഷൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും വാദം. ഇപ്പോൾ കോടതി നാളെ അന്തിമവിധി പറയും എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. നാളെ പക്ഷേ പ്രതിയെ ഹാജരാക്കേണ്ട, ചെന്താമരയെ ഹാജരാക്കേണ്ട, വീഡിയോ കോൺഫറൻസ് വഴിയായിരിക്കും ചെന്താമരയെ കോടതിയിൽ ഹാജരാക്കേണ്ടത് എന്നും കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും ഏറ്റവും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ആ വിധി നാളെ അറിയാം. ഇക്കാര്യത്തിൽ കഴിഞ്ഞ തിങ്കളാഴ്ച കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. ആ കുറ്റക്കാരനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ചെന്താമരയുടെ അഭിഭാഷകനും പ്രോസിക്യൂഷൻ്റെ അഭിഭാഷകനും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. പ്രതിക്ക് വധശിക്ഷ നൽകരുത് എന്ന ആവശ്യമായിരുന്നു പ്രധാനമായും ചെന്താമരയുടെ അഭിഭാഷകൻ ഉയർത്തിയത്. ആ വാദം കോടതി എത്രത്തോളം പരിഗണിക്കും എന്ന് നമുക്ക് ഇനിയാണ് മനസ്സിലാക്കാനുണ്ട്. എന്തായാലും അത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കും. വാദപ്രതിവാദങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് കോടതി ഇപ്പോൾ അന്തിമ വിധിയിലേക്ക് കടന്നിരിക്കുകയാണ്. നാളെ വിധി പ്രസ്താവിക്കും എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. നാളെ രാവിലെയോടുകൂടി 11 മണിയോടുകൂടി തന്നെ ഈ കേസ് കോടതി പരിഗണിക്കുകയും പറയുകയും ചെയ്യും. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രതിയായ ചെന്താമര ഈ കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ടതില്ല. പകരം മലമ്പുഴ ജില്ലാ ജയിലിൽ നിന്ന് വീഡിയോ കോൺഫറൻസ് വഴിയായിരിക്കും ചെന്താമര തനിക്ക് നേരിട്ട് ഈ കേസിൽ തൻ്റെ ശിക്ഷ എന്താണ് എന്ന് അറിയാൻ പോകുന്നത്. അക്ഷയ്, സന്തോഷ്, ഈ വാദം പൂർത്തിയാക്കി പ്രതിയെ നിലവിൽ പുറത്തേക്ക് ഇറക്കിയോ കോടതി മുറിയിൽ നിന്ന്? അക്ഷയ്, അല്പസമയത്തിനകം ഈ ചെന്താമരയെ പുറത്തേക്ക് ഇറക്കും. പ്രോസിക്യൂഷനും ഭാഗങ്ങളെല്ലാവരും ഇപ്പോൾ കോടതി മുറിക്കുള്ളിൽ തന്നെയുണ്ട്. എന്നാൽ നമുക്കിപ്പോൾ ഒരാൾ കൂടിയുണ്ട്. അതായത് ഈ കോടതിയുടെ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുമ്പോൾ കോടതി മുറിക്കുള്ളിലുണ്ടായിരുന്ന ദേശാഭിമാനി ലേഖകൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഇന്നിപ്പോൾ പ്രധാനമായി നടന്നത് എന്താണ്? വാദപ്രതിവാദം നേരിട്ട് കേട്ടല്ലോ. എന്താണ് ഈ പ്രോസിക്യൂഷൻ ഉന്നയിച്ച കാര്യം? നടന്നത് ശിക്ഷാവിധിയെ സംബന്ധിച്ചുള്ള വാദമാണ്. പ്രോസിക്യൂഷൻ പറയുന്നത് വധശിക്ഷ തന്നെ നൽകണം, ഈ പ്രതിക്ക് മാനസാന്തരം വരാനുള്ള സാഹചര്യമില്ല, പിന്നെ ഈ കുടുംബത്തെ മുഴുവൻ അപായപ്പെടുത്തുന്ന രൂപത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് തുടങ്ങിയ വാദങ്ങൾ. അതുകൊണ്ട് വധശിക്ഷ തന്നെ പ്രതിക്ക് ലഭ്യമാക്കണം എന്നുള്ള ഒരു വാദമാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണം. നേരത്തെ ഒരു കുറ്റം ചെയ്തു എന്നുള്ളതുകൊണ്ട് അത് ഈ വാൽമീകിയുടെ ഉദാഹരണങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. മുമ്പ് പ്രതിഭാഗത്തിൻ്റെ വാദം. അപ്പോൾ പരമാവധി ശിക്ഷയിൽ ഇളവ് കൊടുക്കണമെന്നും സാഹചര്യ തെളിവുകൾ മാത്രമാണുള്ളൂ, പ്രതിയിലേക്ക് നേരിട്ടെത്തുന്ന തെളിവുകളില്ല എന്നാണ് പ്രതിഭാഗത്തിൻ്റെ വാദം. അപ്പോൾ അതായത് ഈ വധശിക്ഷയ്ക്ക് പറയാൻ മാത്രമുള്ള ദൃക്സാക്ഷികളില്ല എന്നല്ലേ ഈ പറയുന്ന രൂപത്തിൽ കടുത്ത ശിക്ഷ വിധിക്കാനുള്ള സാഹചര്യ തെളിവുകൾ മാത്രമാണുള്ളത്. നേരിട്ട് പ്രതിയെ ബന്ധിപ്പിക്കുന്ന തെളിവുകളില്ല. അതുപോലെ കുറ്റവാളിയെ കണ്ടെത്തിയതിനു ശേഷം ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നുള്ള പരാമർശമാണ് പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ കഴിഞ്ഞ ദിവസമേ ഈ ചെന്താമര ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഈ ഞാൻ ഗാന്ധിയനല്ല. ഇന്ന് അത് പക്ഷേ വാദിഭാഗവും പ്രോസിക്യൂഷനും ഒക്കെ ഉന്നയിച്ചു. പ്രോസിക്യൂഷൻ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ്. ഞാൻ ഗാന്ധി ഒന്നുമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു സമീപനം എന്നുള്ളതാണ്. പക്ഷേ അത് കോമണായി സ്വാഭാവികമായി കുറേ കാലം ജയിലിൽ കിടക്കുന്ന ഒരാളുടെ സ്വാഭാവിക പ്രതികരണമാണ് അതെന്നാണ് പ്രതിഭാഗത്തിൻ്റെ വാദം. ഓക്കെ, വളരെ നന്ദി. അത് അക്ഷയ്, ഇപ്പോൾ ചെന്താമര കോടതി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. എന്തായാലും ചെന്താമര ഈ കേസിൻ്റെ അന്തിമവിധി, അതായത് ശിക്ഷ എന്തെന്നറിയാൻ ഈ കോടതി മുറിയിലേക്ക് ചെന്താമര ഇനി എത്തില്ല. അതിനിപ്പോൾ വീഡിയോ കോൺഫറൻസ് വഴിയായിരിക്കും എത്തുക. ഏറ്റവും അവസാനം ചെന്താമര പുറത്തെത്തിയ ചെന്താമരയുടെ സ്വഭാവം അനുസരിച്ച് എന്തെങ്കിലും പ്രതികരിക്കുന്ന ഒരു രീതിയുണ്ട്. അതറിയാനാണ് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ. വാദം പൂർത്തിയാക്കി ചെന്താമരയെ കോടതി മുറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ചെന്താമര കേസിൽ, പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസിൽ എന്തായാലും ശിക്ഷാവിധി നാളെ ആയിരിക്കും ഉണ്ടാവുക. ചെന്താമരയ്ക്ക് തൂക്കുകയർ ലഭിക്കുമോ? ചെന്താമരയുടെ വിധി എന്ത് എന്ന് നാളെ അറിയാൻ സാധിക്കും. ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകണമെന്നാണ് പറയുന്നത്. ഒന്നും പറയാത്തത് എന്തുകൊണ്ടാണ്?
ഇന്നലെ തൂക്കിക്കൊന്നോളൂ എന്നാണ് പറഞ്ഞത്. വീണ്ടും എന്തെങ്കിലും കോടതി അറിയിക്കാനോ ഓർമ്മിക്കാനുണ്ടോ? അക്ഷയ്, ചെന്താമരയെ ഇപ്പോൾ പോലീസ് ജീപ്പിലേക്ക് കയറ്റിയിരിക്കുകയാണ്. തൊടുപുഴ ജില്ലാ ജയിലിലേക്ക് ചെന്താമരയെ കൊണ്ടുപോകുന്നു. ചെന്താമര ഇന്ന് എന്തായാലും പ്രതികരിച്ചില്ല. സാധാരണ ഈ ട്രയലിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും ചോദിച്ചാൽ അതിരൂക്ഷമായി പ്രതികരിക്കുന്ന ഒരാളാണ് ചെന്താമര. ഇപ്പോൾ അത് മാധ്യമങ്ങൾ പലതവണ ചെന്താമരയോട് ചോദിച്ചെങ്കിലും ചെന്താമര ഒന്നും സംസാരിക്കാൻ തയ്യാറായില്ല.